ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവ്വലോകൈകനാഥം സശങ്കചക്രം സകിരീടകുണ്ടലം സവീതവസ്ത്രം സരസീർഭക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലെ 331 മുതൽ ഉള്ള കുറച്ച് നാമങ്ങളാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആ ഒരു ഭാഗം സ്കന്ദതരോ ദുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ പുരന്ദര അശോകസ്താരണസ്താര ശൂരശൗരി ജനേശ്വര. ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ്. അതായത് സ്കന്ദതരോ ദുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ പുരന്ദര അശോകസ്താരണസ്താര ശൂരശൗരി ജനേശ്വര. ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 331 മുതൽ ഉള്ള നാമങ്ങൾ നമുക്കതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് അതിരാവിലെ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഘ്നങ്ങൾ മാറ്റി വയ്ക്കാനും പിന്നെ മാത്രമല്ല ആ ഒരു അനന്തബോധശക്തി, അതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത്. ആ ഒരു ബോധശക്തി തന്നെയാണ് മഹാവിഷ്ണു. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ശക്തിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. മാത്രമല്ല മഹാവിഷ്ണുവിൻ്റെ ആ ഒരു അനുഗ്രഹത്തിന് നമുക്ക് പാത്രമാവാനും ഇതിലൂടെ കഴിയും. നിത്യം ഇത് ഒരു ജപം ശീലമാക്കുക. അത് കഴിയുന്നതും രാവിലെ തന്നെ ചെയ്യുക. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ വൈകുന്നേരമെങ്കിലും അത് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. അപ്പോൾ 331 നാമം നമ്മൾ നോക്കാം. വായുവാഹന. വായുവിനെ വഹിക്കുന്നവനാണ് ഭഗവാൻ. ആ വായുവിനെ തന്നെ ഭഗവാൻ വാഹനമാക്കി. അതുകൊണ്ടാണല്ലോ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. ഗുരുവുമാണ് വായുവിനെ വഹിക്കുന്നു. ശരീരത്തിലുടനീളം ആ വായുവിനെ വഹിച്ചുകൊണ്ട് നിലനിർത്തുന്ന ഭഗവാൻ. വായുവിന് 7 ഭേദങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. വായുവിനെ ചലിപ്പിക്കുന്നു, വഹിക്കുന്നവൻ ഭഗവാനാണ് എന്ന് പറയുമ്പോൾ ആവഹം എന്ന് പറയുന്നത് മേഘത്തിനും ഭൂമിയുടെയും മധ്യത്തിലുള്ള വായു. പ്രവാഹം എന്ന് പറയുന്നത് മേഘത്തിൻ്റെയും സൂര്യൻ്റെയും മധ്യത്തിലുള്ള വായു. പിന്നെ അനുവഹം എന്ന് പറയുന്ന വായു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മധ്യത്തിലുള്ളതാണ്. സംവഹം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും മധ്യത്തിലുള്ള വായു. വിവഹം എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും മധ്യത്തിലുള്ള വായു. പരാവഹം ഗ്രഹങ്ങളുടെയും സപ്തർഷികളുടെയും മധ്യത്തിലുള്ള വായു. പരിവഹം സപ്തർഷികളുടെയും ധ്രുവൻ്റെയും മധ്യത്തിലുള്ള വായു. അങ്ങനെ വായുക്കളെ പറഞ്ഞു. ഈ സപ്തവായുക്കൾ ഭഗവാന്റെ തന്നെ ചൈതന്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ പറയില്ല, കാറ്റ് പോയി എന്നൊക്കെ പറയില്ലേ. ഒരാളെ മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഈ കാറ്റ് പോയി? അതാണ് വായുവിൻ്റെ ആ ഒരു വായു നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മളെ ആ പ്രാണവായുവാണ് നമ്മളെ നിലനിർത്തുന്നത്. അതില്ലെങ്കിൽ പിന്നെ നമ്മളില്ല. അപ്പോൾ ആ ഒരു അറിവാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. 332. അപ്പോൾ എന്താ പറയുന്നത്? എന്താണ്? വായുവാഹന. വായുവിനെ വഹിക്കുന്നവനാണ് ഭഗവാൻ. വായുവിനെ ഭഗവാൻ വാഹനം തന്നെ ആക്കിയിട്ടുണ്ട്. ഭഗവാൻ ആ വാഹനം കൊണ്ട് പോകുമ്പോഴാണ് ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകുന്നത്. ഈ 332 നാമം വാസുദേവ. വസിക്കുന്നു എന്നാണ് അർത്ഥം. എല്ലാ ഭൂതങ്ങളിലും വാസുദേവനുണ്ട്. എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്ന ഭഗവാൻ. ഞാൻ സൂര്യനെ പോലെ എല്ലാ രശ്മികളെ കൊണ്ട് എല്ലാ ജഗത്തിനെയും മറയ്ക്കുകയും അതുപോലെ എല്ലാ ഭൂതങ്ങളുടെയും നിവാസസ്ഥാനമായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വാസുദേവൻ എന്ന പേര്. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ പറയുന്നു, ഛാദയാമി ജഗത് സർവം ഭൂത്വാ സൂര്യ ഇവാംശുഭിഃ സർവഭൂതാദിവാസശ്ച വാസുദേവ തദസ്മൃതഃ എന്ന്. ഞാൻ സൂര്യനെ പോലെ
എൻ്റെ രശ്മികളെ കൊണ്ട് എല്ലാ ജഗത്തിനെയും മറയ്ക്കുകയും അതുപോലെ എല്ലാ ഭൂതങ്ങളുടെയും നിവാസസ്ഥാനമായിട്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വാസുദേവൻ. എല്ലാ ഭൂതങ്ങളിലും ഇരിക്കുന്നവൻ എന്നാണ് വാസുദേവൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ വാസുദേവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ ശരീരത്തിലും ഇരിക്കുന്നു, എല്ലാ പ്രാണികളുടെയും കോടാനുകോടി പ്രാണികളുടെ ശരീരത്തിൽ ഇരിക്കുന്നു. മാത്രമല്ല സ്ഥാവര ജംഗമമായിട്ടുള്ള ചേതനവും അചേതനവുമായ എല്ലാത്തിലും ഭഗവാനുണ്ട്. ഇനി 333 ബൃഹത് ഭാനു. ബൃഹത്തായ ഭാനുക്കൾ ഉള്ളവൻ ഭഗവാൻ. ബൃഹത്തായ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന സമർത്ഥമായ രശ്മികളുള്ളവൻ. സൂര്യചന്ദ്ര അഗ്നി നക്ഷത്രാദികളിൽ വർത്തിക്കുന്ന അതിമഹത്തായ കിരണങ്ങൾ ഭഗവാന്റെയാണ്. അപ്പോൾ സൂര്യൻ്റെ കിരണം ഭഗവാനാണ്, ചന്ദ്രൻ്റെയും അഗ്നിയുടെയും ഒക്കെ കിരണങ്ങൾ ഭഗവാന്റെയാണ്. അങ്ങനെ എല്ലാ ലോകത്തിനെയും പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാനെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് അതിന് ബൃഹത് ഭാനു. അപ്പോൾ ഭഗവാൻ ഏറ്റവും വലിയ ഭാനു എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്നവൻ എന്നാണ്. ഭാവനു എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ബൃഹത്തായിട്ട് പ്രകാശിപ്പിക്കുന്നവൻ. എന്താണ് ബൃഹത്ത്? ബൃഹത്ത് ഏറ്റവും വലുതായിട്ടുള്ള പ്രകാശം നമ്മൾ കാണുന്ന സൂര്യചന്ദ്രന്മാരിലും നക്ഷത്രങ്ങളിലുമാണല്ലോ. അപ്പോൾ അത് തന്നെ ഭഗവാന്റെ കിരണങ്ങളാണ് എന്ന് പറയുന്നു. ഇനി 334 ആദിദേവ. എല്ലാവരുടെയും ആദി കാരണവും ദേവനുമാണ് ആദിദേവൻ. ത്വം ആദിദേവ പുരുഷപുരാണ ത്വമസ്യ വിശ്വസ്യ പരംനിധാനം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതായത് അങ്ങ് ആദിദേവനാണ്, പുരാണ പുരുഷനാണ്. അപ്പോൾ എന്താണ്? ത്വമസ്യ വിശ്വസ്യ പരംനിധാനം. ഈ വിശ്വത്തിൻ്റെ തന്നെ ആധാരവും പരമമായ ആശ്രയവും അങ്ങാണ് എന്ന് പറയുന്ന ഗീതയിലെ വരികൾ ആദിദേവ എന്ന് പറയുന്ന ആ ഒരു നാമത്തെ കാണിക്കുന്നു. എല്ലാവരുടെയും ആദി കാരണവും എല്ലാത്തിൻ്റെയും ദേവൻ, ആദ്യത്തെ ദേവൻ, ആദ്യമായുള്ള ദേവനും എല്ലാത്തിൻ്റെയും കാരണവും, ആദി കാരണവും ഭഗവാനാണ്. ആദി ദേവനും എല്ലാത്തിൻ്റെയും ദേവനും ഭഗവാനാണ്. അതാണ് ആദിദേവ. 335 നാമം പുരന്ദര. പുരങ്ങളെ ധരണം ചെയ്യുന്നു, ഭേദിക്കുന്നു. പുരങ്ങളെ ഭേദിക്കുന്നവൻ. ഇപ്പോൾ ദേവശത്രുക്കളായ അസുരന്മാരുടെ പുരങ്ങളെ ഭഗവാൻ ധ്വംസനം ചെയ്തിട്ടുള്ള പല യുദ്ധങ്ങളൊക്കെ നമ്മൾ പുരാണങ്ങളിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ശത്രുക്കൾ, അതായത് അസുരന്മാരായ ശത്രുക്കളുടെ പുരങ്ങളെയൊക്കെ ഭഗവാൻ ഭേദിക്കുന്നു. മാത്രമല്ല ധ്വംസനം ചെയ്യുന്നു. അപ്പോൾ ത്രിപുരങ്ങളുടെയും അവയുടെ പുരങ്ങളെയും നശിപ്പിക്കുന്ന പല യുദ്ധങ്ങളും പല കാര്യങ്ങളൊക്കെ നമ്മൾ പല കഥകളിലുമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വിശേഷമായിട്ട് പറയുകയാണെങ്കിൽ 3 അവസ്ഥകളുണ്ടല്ലോ. ഉണർന്നിരിക്കുന്ന അവസ്ഥ, ജാഗ്രത, സ്വപ്നത്തിൽ നമ്മൾ ഇരിക്കുന്ന അവസ്ഥ, സുഷുപ്തി, നല്ലതായിട്ടുള്ള ഉറങ്ങുന്ന അവസ്ഥ. ഈ 3 അവസ്ഥകൾ മനുഷ്യന് ഉണ്ട്. ഈ 3 പുരങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ 3 പുരങ്ങളെയും ഭഗവാൻ ഭേദിക്കുന്നു. ഭഗവാൻ ഭേദിച്ച് ഈ 3 പുരങ്ങളെയും കടന്നു പോയാൽ എത്തുന്ന ഒരു പുരമാണ് തുരീയാവസ്ഥ എന്ന് പറയും. അത് യോഗി വര്യന്മാരൊക്കെ നേടുന്ന അവസ്ഥയാണ് തുരീയാവസ്ഥ. അവബോധം എന്ന് പറയും. അതുകൊണ്ടാണ് നാരായണത്തിലെ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം അവബോധ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ സാന്ദ്രമായ അവബോധമാണ് ഗുരുവായൂരിൽ പ്രകാശിക്കുന്നത് എന്നുള്ളതാണ് അവിടെ അത് അർത്ഥമാക്കിയത്. ഇവിടെ ഈ 3 അവസ്ഥകൾ, 3 പുരങ്ങൾ, ആ പുരങ്ങളെ ധാരണം ചെയ്യുന്നവൻ പുരന്ദരൻ, ഭേദിക്കുന്നവൻ. അവയെ ഭേദിച്ച് ജീവാത്മാവിനെ തുരീയാവസ്ഥ 4ാമത്തെ അവസ്ഥയാണ്. അത് നേടാൻ ഒരുപാട് യത്നിക്കേണ്ടതുണ്ട്. അത് നേടിയവരാണ് നാരായണ ഗുരുദേവനെ പോലെയും ഒക്കെ ഉള്ള രമണ മഹർഷിയെ പോലുള്ളവരും ഒക്കെ തന്നെ ആ ഒരു തുരീയാവസ്ഥയൊക്കെ അനുഭവിച്ച മഹാന്മാരാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എത്തിക്കുന്ന ഭഗവാനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. ഇനി നാമം 336 അശോക ഷഡ് ഊർമികളാകുന്ന 6 ഊർമികളാണ് ശോകം. ആ ശോകൻ ശോകം എന്ന് പറയുന്നത് നമ്മളൊക്കെ ദുഃഖം എന്ന് പറയും. അപ്പോൾ ശോകമില്ലാത്തവനാണ് അശോകൻ. അപ്പോൾ 6 ഊർമികൾ എന്ന് പറയുന്നത് ശോകം, മോഹം, വിശപ്പ്, ദാഹം, ജനനം, മരണം.
ഇതാണ് മനുഷ്യനെ ഇട്ട് ഇങ്ങനെ കറക്കുന്നത്. ഈ 6 ഇല്ലെങ്കിൽ മനുഷ്യൻ എന്ത് ഒരു ആനന്ദാവസ്ഥയിലായിരിക്കും. അപ്പോൾ ഈ 6 ഊർമികളാണ് ശോകം, മോഹം, വിശപ്പ്, ദാഹം, ജനനം, മരണം. ഈ 6 ഷഡ് എന്ന് പറയുമ്പോൾ 6 ഊർമികൾ, 6 കാര്യങ്ങളില്ലാത്തവനാണ് അശോകൻ. ഇപ്പോൾ ശാരീരികവും മാനസികവുമായ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിമുക്തനാണ് ഭഗവാൻ. നമുക്ക് മാത്രമേ, ഈ സാധാരണ മനുഷ്യന് മാത്രമേ ഈ 6 ഊർമികളുള്ളൂ. ശോകം, ദുഃഖം, ഭയം, അല്ലെങ്കിൽ വിശപ്പ്, ദാഹം, ജനനം, മരണമൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ. ഭഗവാൻ അതൊന്നുമില്ല. അതുകൊണ്ട് തൻ്റെ ഭക്തരെ ഭഗവാൻ, ആ ശരിയായിട്ടുള്ള ഭക്തനെ ഈ ഊർമികളിൽ നിന്നും, ഈ 6 കാര്യങ്ങളിൽ നിന്നും ഭഗവാൻ മുക്തനാക്കുന്നു എന്ന് പറയുന്നു. ഇനി 337ാമത്തെ നാമം താരണ. സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നവൻ. അപ്പോൾ ഒരു വലിയൊരു നദി കടക്കണമെങ്കിൽ ഒരു ബോട്ട് വേണം അല്ലേ, അല്ലെങ്കിൽ ഒരു തോണി വേണം അല്ലേ. അപ്പോൾ അതുപോലെ ഒരു തോണിയാണ് ഭഗവാൻ. ജീവിതം ഒരു വലിയ സംസാര സാഗരമായിട്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം, ഈ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നവൻ ഭഗവാൻ. അതാണ് താരണ. സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നവൻ. 138ാമത്തെ നാമം താരഹ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ ഗർഭം, ജന്മം, അതുപോലെ ജര, മൃത്യു, ഇത് 4 കൊണ്ടാണ് ഭഗവാൻ മനുഷ്യൻ കഷ്ടപ്പെടുന്നത്. അതായത് ഗർഭസ്ഥനായ ശിശു പുറത്തു വരുന്നു, അത് ജന്മമെടുക്കുന്നു, അതാണ് ഗർഭം, ജന്മം. പിന്നെ ജര, മൃത്യു. പിന്നെ കുറച്ചു കാലമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ബാല്യവും യൗവനവും ഒക്കെ ഒരുവിധം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയെങ്കിലും ജര ബാധിക്കുമ്പോൾ, വാർദ്ധക്യം ബാധിക്കുമ്പോൾ, അതുപോലെ മൃത്യുവിനോട് അടുക്കുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ പല സ്രോതസ്സുകളിൽ നിന്നും വരുന്ന ഇത്തരം വിഷമങ്ങളെ തരണം ചെയ്യിക്കുന്നവൻ. അതുകൊണ്ട് താര എന്ന് പറയുന്നു. ഇതിനെല്ലാം തരണം ചെയ്യിക്കുന്നവൻ. ഇതിൻ്റെ മറുകര, താര എന്ന് പറയുമ്പോൾ മറുകര എന്ന അർത്ഥമുണ്ട്. അപ്പോൾ തരണം ചെയ്ത് വേണം മറുകര എത്താൻ. അപ്പോൾ നേരത്തെ താരണ എന്നൊരു നാമം പറഞ്ഞു. ആ താരണം ചെയ്യുന്നതിന് ഒരു തോണിയായിട്ട് ഭഗവാൻ തന്നെ വരുന്നു. മറുകര, സംസാര സാഗരം തരണം ചെയ്യുന്ന ഭക്തൻ എത്തിച്ചേരുന്ന മറുകരയാണ് ഭഗവാൻ. ആ മറുകരയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് ആശ്വാസമാണ്. ആ മറുകരയിൽ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ മോക്ഷം നേടുക. അപ്പോൾ ഈ സംസാര സാഗരം കടക്കുമ്പോൾ മാത്രമേ മോക്ഷം നേടാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. ആ മറുകര തന്നെ ഭഗവാനാണ്. ഇനി 339ാമത്തെ നാമം ശൂരഹ. വിക്രമൻ എന്നർത്ഥമുണ്ട്. ശൂരനാണെന്നൊക്കെ പറയില്ലേ, വിക്രമൻ. അല്ലെങ്കിൽ സൂര്യൻ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിന് സൂര്യൻ എന്ന അർത്ഥം എടുത്താൽ പ്രപഞ്ചത്തിന് പിന്നെ പ്രകാശവും ചൈതന്യവും പ്രദാനം ചെയ്യുന്ന സർവ്വസാക്ഷിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. അതാണ് ശൂരൻ. ഇനി പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്ന എല്ലാ പുരുഷാർത്ഥങ്ങളും, ധർമ്മ, കാമ, അർത്ഥ, മോക്ഷങ്ങളെ നൽകി പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവനാണ് ശൂരൻ. അധർമ്മത്തിനെതിരായുള്ള ഭഗവാന്റെ പരാക്രമത്തെയാണിത് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന്. എവിടെയൊക്കെ അധർമ്മം തലപൊക്കുന്നുണ്ടോ ഞാൻ അവിടെ അവതരിക്കും അർജുന എന്ന്. അതായത് ഭഗവാൻ, അധർമ്മം ഉണ്ടെങ്കിൽ ഭഗവാൻ അവതരിച്ചിരിക്കും എന്നുള്ളത് 100% ശരിയാണ്. കാരണം അധർമ്മത്തിനെതിരായിട്ട് നമുക്ക് ഈ ലോകത്ത് നമ്മൾ പലതും കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ ഭഗവാന്റെ കളികളാണ്. അപ്പോൾ ഇവിടെ പറയുന്നു ശൂര എന്ന് പറയുമ്പോൾ വിക്രമൻ, അതായത് അധർമ്മത്തിനെതിരായുള്ള ഭഗവാന്റെ പരാക്രമത്തെയാണ് ഈ ശബ്ദം കാണിക്കുന്നത്. അപ്പോൾ അടുത്ത നാമം ശൗരി. ശൂരൻ്റെ അല്ലെങ്കിൽ വസുദേവരുടെ പുത്രനാണ് വാസുദേവൻ. അപ്പോൾ വാസുദേവനും വ്യത്യാസമാണ്. വാസുദേവൻ്റെ അച്ഛനാണ്. അപ്പോൾ വസുദേവരുടെ പുത്രനായിട്ട് വാസുദേവൻ ഭഗവാൻ ശൗരിയാണ്. അതായത് വിഷ്ണു ഭഗവാന്റെ തന്നെ ശ്രീകൃഷ്ണാവതാരത്തെ സൂചിപ്പിക്കുമ്പോഴാണ് ഈ ഒരു പേര് നമ്മൾ പറയുന്നത്. ശൗരേ എന്നൊക്കെ പറയുമല്ലോ. ശൂരസേനൻ എന്ന രാജാവിൻ്റെ പുത്രനാണ്. ശൂരസേനൻ എന്ന രാജാവിൻ്റെ പുത്രനാണ് വസുദേവൻ. ആ വസുദേവൻ്റെ പുത്രനാണ് വാസുദേവനായിട്ടുള്ള ശ്രീകൃഷ്ണനായിട്ട് ജനിച്ചത്. അപ്പോൾ ശൂരൻ എന്ന നാമം
പറയുന്നത് വസുദേവരുടെ പുത്രനായതുകൊണ്ടാണ് ശൗരി എന്ന നാമം ഭഗവാനുള്ളത് എന്നും പറയുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ നമ്മളിന്ന് നോക്കിയ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? സ്കന്ദധരോ ദുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ പുരന്ദര അശോകസ്താരണസ്താര ശൗരശൗരി ജനേശ്വര. ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളെ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.